നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഹമാസ് നേതാക്കളെ ഖത്തർ പുറത്താക്കുമോ എന്ന ചർച്ചയ്ക്ക് ചൂട് പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ദുരുദ്ദേശപരമായ വിമർശനങ്ങൾ തുടർന്ന് ഇസ്രായേൽ ഹമാസ് മധ്യസ്ഥയുടെ കാര്യത്തിൽ പുനരാലോചന നടത്തുകയാണ് എന്ന ഖത്തർ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വാൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഏറ്റവും മുതിർന്ന നേതാക്കളായ ഗാലിദ് മിഷൽ, ഇസ്മായിൽ ഹനിയ തുടങ്ങിയവർ ഉൾക്കൊള്ളുന്ന ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോയ്ക്ക് ഖത്തർ നൽകി വരുന്ന അഭയം തുടരും എന്നാണ് ഖത്തറിന്റെ പ്രതികരണം. പുതിയ റിപ്പോർട്ടുകളുടെ സാഹചര്യത്തിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വിശദീകരണവുമായി രംഗത്തെത്തി. ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോയുടെ സാന്നിധ്യം നിലവിൽ നടന്നുവരുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഗുണകരമാണ് എന്നും അതുകൊണ്ട് തന്നെ നേതാക്കളെ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മജീദ് അൽ അൻസാരി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഞങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുള്ളതുപോലെ ഈ മധ്യസ്ഥ ശ്രമങ്ങളിൽ അവരുടെ സാന്നിധ്യം ഉപയോഗപ്രദവും ഗുണാത്മകവും ആയിരിക്കുന്നിടത്തോളം കാലം അവർ ഇവിടെ തുടരും. മജീദ് അൽ അൻസാരി ദോഹയിൽ നടന്ന മന്ത്രാലയത്തിന്റെ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹമാസുമായും ആശയവിനിമയത്തിനുള്ള ഒരു ചാനൽ നിലനിർത്തണമെന്ന് അമേരിക്ക നേരത്തെ താൽപര്യം അറിയിച്ചതായും അതിന്റെ അടിസ്ഥാനത്തിൽ 2012 മുതൽ ദോഹ ആസാം പൊളിറ്റിക്കൽ ബ്യൂറോയ്ക്ക് ആതിഥേയം വഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ സ്തംഭിച്ച സാഹചര്യത്തിൽ ഖത്തറിന് മേലെയുള്ള അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഖത്തറിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇതിന്റെ മുന്നോടിയായി അറബ് ഗൾഫ് മേഖലയിലെ 2 രാജ്യങ്ങളുമായി ഹമാസ് നേതാക്കൾ ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വാൾ സ്ട്രീറ്റ് റിപ്പോർട്ടിന് പിന്നാലെ തങ്ങൾ ഖത്തർ വിടുന്നതായുള്ള വാർത്ത ഹമാസ് നേതൃത്വം നിഷേധിച്ചിരുന്നു. ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം മുഹമ്മദ് നസലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നിഷേധിച്ചത്. പാശ്ചാത്യ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം വാർത്തകൾ കേവലം ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങളില്ല എന്നാണ് ഖത്തറിന്റെ നിലപാട്. ഒരു മധ്യസ്ഥൻ എന്ന നിലയിൽ ഖത്തർ വഹിക്കുന്ന റോള് കാരണം അതിലുൾപ്പെട്ട ഏതെങ്കിലും കക്ഷികൾക്ക് മേൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്താൻ തങ്ങൾ ഒരിക്കലും തയ്യാറല്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കിയത്. ഇസ്രയേലും ഹമാസ് തമ്മിൽ 6 മാസമായി നിലനിൽക്കുന്ന സംഘർഷത്തിൽ നവംബർ 24-നും ഡിസംബർ 11-നും ഇടയിൽ ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിന് ഈജിപ്തിനൊപ്പം നേതൃത്വം നൽകിയത് ഖത്തറായിരുന്നു. ഇരു വിഭാഗങ്ങളിലും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റത്തിന് ഇത് അവസരമൊരുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനുശേഷവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതൃത്വവും അമേരിക്കൻ നയതന്ത്രജ്ഞരും രാജ്യത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നത് ഖത്തറിനെ ചൊടിപ്പിച്ചിരുന്നു. വെടിനിർത്തലിന്റെ കാര്യത്തിൽ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഖത്തർ തയ്യാറാവുന്നില്ല എന്നും ഹമാസിന്റെ പക്ഷം പിടിക്കുകയാണ് എന്നുമുള്ള വിമർശനങ്ങളായിരുന്നു അവർ ഉന്നയിച്ചത്. ഖത്തറിന്റെ മധ്യസ്ഥ നിലപാട് കുഴപ്പം പിടിച്ചതാണ് എന്ന് വിശേഷിപ്പിക്കുന്ന നെതന്യാഹുവിന്റെ സംഭാഷണ ഓഡിയോ ജനുവരിയിൽ പുറത്തുവരികയും ചെയ്തിരുന്നു. ഒരു അഭിമുഖത്തിൽ ഖത്തറിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നും രാജ്യം സമാധാനത്തിന് ഭീഷണിയാണെന്നും ആരോപിക്കുകയും ചെയ്തിരുന്നു.